ഞാൻ ഈ വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് റെഡിയായിട്ട് ഒരുങ്ങിക്കെട്ടി പോകുന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹലോ എവരിവൺ, ഹാവ് ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പഹാഡ്ഗഞ്ച് എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു താമസിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പഹാഡ്ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്, ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് രാവിലെ ഒരു 4:30 ആയപ്പോൾ എണീറ്റ് 5 മണിയായപ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്ത് ഈ നടക്കുന്നത് നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഒരു 600 മീറ്ററോളം ദൂരമാണുള്ളത്. ഈ കാണുന്നത് ലങ്കറാണ്. അതായത് ഇവിടെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ളപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ചിലർ രാവിലെ തന്നെ ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. ഇന്നലെ ഞാനൊരു മാർക്കറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ വീഡിയോയിൽ. ഈ നിൽക്കുന്ന ഫോറിനേഴ്സൊക്കെ അത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മാർക്കറ്റിൻ്റെ കഴിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത്. അത് കുറച്ച് പേര് വന്ന് ക്ലീൻ ആക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രിയുടെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പാണെങ്കിൽ നല്ല തിരക്കുമുണ്ട്. വൺ ഓഫ് ദ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യയാണ് ശരിക്കും ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അതായത് നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലിലെ ഏറ്റവും പ്രൈമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രാവിലെ ഒരു 5 മണി കഴിഞ്ഞ തിരക്കാണത്. ഇവിടെ അത്യാവശ്യം ട്രാഫിക് കൺജഷൻ ഉണ്ട്. ഈ സൈക്കിൾ റിക്ഷാസും ഈ റിക്ഷാസും ടാക്സിസും ഓട്ടോസും ഒക്കെയാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് കൂടുതലും യൂസ് ചെയ്യുക. അപ്പം ഞാനിന്ന് പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിനായിട്ടുള്ള ന്യൂഡൽഹി വാരണാസി ട്രെയിനിലാണ്. 6 മണിക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു പണി കിട്ടി ശരിക്കും. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ്. നമ്മുടെ ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 16 അപ്പോൾ ഞാൻ അകത്ത് കയറിയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ ട്രെയിനിൽ ഈ ഇതിൽ കയറി ഈ സ്റ്റെയർ കേസ് കയറി അപ്പുറത്തെ എക്സിറ്റ് വഴി പുറത്തിറങ്ങിയാൽ മാത്രമേ പ്ലാറ്റ്ഫോം നമ്പർ 16 നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഈ ലഗേജൊക്കെ തൂക്കി അവിടെ വരെ നടക്കാമെന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. ഈ കാണുന്ന ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ശരിക്കും ഏറ്റവും ആദ്യം തുടങ്ങുന്നത് 1926 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു 1 പ്ലാറ്റ്ഫോം റെയിൽവേ സ്റ്റേഷനായിട്ടാണ്. 1864 ഉണ്ടാക്കിയ ഓൾഡ് ഡൽഹി ആയിരുന്നു അതുവരെയുള്ള മെയിനായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇത് വന്നതിന് ശേഷം അതിൻ്റെ റെയിൽവേസിൻ്റെ ബ്രിട്ടീഷ് ഹബ് ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഈ വരുന്ന ട്രെയിനാട്ടോ നമുക്ക് പോകേണ്ടത്. ഇതിൽ C14 എന്ന് പറയുന്ന 20 കോച്ചിലെ 25th നമ്പർ സീറ്റിലാണ് എനിക്ക് അലോട്ടായിരിക്കുന്നത്. പക്ഷേ എൻ്റെ ദുർഭാഗ്യവശാൽ ഞാനിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ട്രെയിൻ മൂവ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു സീറ്റും കുഷനിങ്, ലൈക്ക് നമുക്കൊരു ഫ്ലൈറ്റിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഇത് നിങ്ങൾ ഇതിനു മുന്നേ ഉള്ള വ്ളോഗേഴ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഞാൻ എൻ്റെ ആദ്യത്തെ റെയിൽവേ വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ഉള്ള നിലയിൽ പറയുന്നതാണ്. നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കുപ്പി വെള്ളം തരും. ഇത് ഫ്രീ ആണ്. അതേപോലെ തന്നെ മുന്നിലൊരു ട്രേ ഒക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. താഴെ ബോട്ടിൽസ് വെക്കാനുള്ള സ്ഥലവും ഫുഡ് റെസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനെ പറ്റിയാണ്. ഇന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 16 പ്ലാറ്റ്ഫോം ഉണ്ട്. അന്ന് ബ്രിട്ടീഷുകാർ ഒരു പ്ലാറ്റ്ഫോമായിട്ട് തുടങ്ങിയതാണ്. ഇന്ന് ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം മിനിമം 400+ ട്രെയിൻസ് വരുന്നു, ആവറേജിൽ 4.5 lakh പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്നു എന്നുമാണ് പറയുന്നത്. പുതിയ BJP ഗവൺമെൻറ്, അതായത് ഇപ്പോഴത്തെ മോദി ഗവൺമെൻറ് 2469 കോടി രൂപയുടെ റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റാണ് ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് വേണ്ടി മാത്രം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വേൾഡ് ക്ലാസ് ട്രാവൽ ഹബ്ബായിട്ട് 2029 മാറും എന്നാണ് എൻവിഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശരിക്കും അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാഷൻ്റെ ക്യാപിറ്റലിൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും നല്ല രീതിയിൽ വരിക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും അത് നല്ല രീതിയിൽ കാത്തു പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെയും കടമയാണ്. ഇതാണ് ഇതിൻ്റെ TT. കണ്ടു കഴിഞ്ഞാൽ നല്ല എക്സിക്യൂട്ടീവ് ടിപ്പ് ടോപ്പായിട്ടാണ്. ശരിക്കും ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഒരു ഉൾവശം നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കൊരു വേൾഡ് ക്ലാസ് ലക്ഷറി ഫീൽ നമുക്ക് തോന്നും. ആ ഫീൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അതിൻ്റെ കോസ്റ്റ് നമ്മൾ കൊടുക്കണം.
ഇതിൽ ചെയർക്കാരന് 1250 രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാരന് 2200 മേലെയാണ്. ഇപ്പോൾ ഇതൊരു ഫ്ലെക്സിബിൾ റേറ്റിംഗ് ആണ് ഇവർ കൊടുക്കുന്നത്. ഞാൻ ചെന്നിരുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചായയുടെ ട്രേ ആ കാണുന്ന പെൺകുട്ടി എനിക്ക് കൊണ്ട് തന്നു. അതിലൊരു ടീ കിറ്റും ഒരു 2 ബിസ്ക്കറ്റിൻ്റെ ഒരു ഇതുമാണ് കവറുമാണ് എനിക്ക് കിട്ടിയത്. ഇത് കഴിയുമ്പോൾ തന്നെ അവർ വന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം ഒഴിച്ചു തരും. ഞാൻ ആ ടീ കിറ്റ് പൊട്ടിച്ച് ആ ചായ നമ്മൾ തന്നെ ശരിക്കും മേക്ക് ചെയ്ത് കുടിക്കണം. ഒരു ചായപ്പൊടിയും ഒരു ഷുഗറിൻ്റെ പാക്കറ്റും ഒരു പാൽപ്പൊടിയുടെ പാക്കറ്റുമാണ് നമുക്ക് അതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഈ 2 പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട് 2017 ഇതിൻ്റെ ഒരു ഡിസൈൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് ആദ്യം കൊടുത്തിരുന്ന പേര് ട്രെയിൻ 18 എന്നായിരുന്നു. ഒക്ടോബർ 2018 ഇതിൻ്റെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് പുറത്തു വരികയും നവംബർ ഡിസംബർ 2018 കാലഘട്ടത്തിൽ ഇതിൻ്റെ ഹൈ സ്പീഡ് ട്രയൽ, അതായത് ഒരു 160-180 കിലോമീറ്റർ സ്പീഡിൻ്റെ അതിൻ്റെ ട്രയൽ നടക്കുകയും 2019 ഇതിൻ്റെ കമേഴ്ഷ്യൽ ലോഞ്ച്. ആ കമേഴ്ഷ്യൽ ലോഞ്ച് നടന്ന റൂട്ടിലാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അതായത് ന്യൂഡൽഹി വാരണാസി എന്ന് പറഞ്ഞാൽ മോദിയുടെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അങ്ങോട്ടേക്കാണ് ഫസ്റ്റ് വന്ദേ ഭാരത് ലോഞ്ച് ചെയ്യുന്നത്. ആ ലോഞ്ചിൻ്റെ സമയത്താണ് 17 ഫെബ്രുവരി 2019 സമയത്താണ് ഇതിന് ട്രെയിൻ 18 എന്നുള്ള ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് മാറ്റിയിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പേര് കൊടുക്കുകയും ചെയ്തത്. 2020 2022 ഇടയിൽ വെള്ള വന്ദേ ഭാരത് മാറ്റിയിട്ട് മാർക്ക് 2 എന്നറിയപ്പെടുന്ന ഇപ്പോൾ നമ്മൾ കണ്ട ഓറഞ്ച് വന്ദേ ഭാരതിലേക്ക് അപ്ഗ്രേഡായി. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വേരിയൻറ്റിനേക്കാളും ആൻറ്റി വൈബ്രേഷനുള്ള, നോയ്സ് സസ്പെൻഷനുള്ള, പുതിയ ഡിസൈനുള്ള ട്രെയിൻസാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഈ ഓറഞ്ച് വന്ദേ ഭാരത്. ഇതിൽ നമുക്ക് ന്യൂസ് പേപ്പർ കിട്ടും, അതാണ് ഈ കാണുന്നത്. ഈ 2025 ഇതിൻ്റെ സ്ലീപ്പർ വേരിയൻറ്റിൻ്റെ ട്രയൽസ് എല്ലാം കഴിഞ്ഞു. ഇപ്പം ഫെബ്രുവരിയിൽ 17 ജാനുവരിയിൽ 2026 ഇതിൻ്റെ സ്ലീപ്പർ വേരിയൻറ്റ് കൊൽക്കത്ത ടു ഗുവാഹത്തി ഒരു സ്ലീപ്പർ വേരിയൻറ്റ് മോദിജി ഉദ്ഘാടനം ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇതിനകത്ത് നമുക്ക് ബ്രെഡ് ഉണ്ട്. ഞാൻ നോൺ വെജ് ആണ് പറഞ്ഞിരുന്നത്. അപ്പം ബ്രെഡ്, ഓംലെറ്റ്, ഒരു തൈര്, ഒരു സാൻഡ്വിച്ച്, പിന്നെ ഒരു ബൺ പോലത്തെ ഒരു സാധനം, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ബട്ടർ നമ്മൾ തന്നെ മേക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രസൻറ്റേഷനും നല്ല നമുക്ക് സാധാരണ ട്രെയിനിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡുമായിട്ട് എനിക്ക് തോന്നി. വന്ദേ ഭാരത് ട്രെയിൻസ് ശരിക്കും നോർമലായിട്ടുള്ള എൻജിൻ ബേസ്ഡ് ട്രെയിനിനെ കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ സെറ്റ് മോഡേണൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് യൂറോപ്പ്, ജപ്പാൻ, ചൈന ഇവിടെയൊക്കെ കാണുന്ന മാതൃകയിലുള്ളൊരു ട്രെയിനിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇത് ശരിക്കും നമുക്ക് ബെറ്റർ ആക്സലറേഷൻ, ബ്രേക്കിങ്, കർവ് ഹാൻഡ്ലിങ്, എനർജി എഫിഷ്യൻസി ഇതെല്ലാം നമുക്ക് ഇമ്പ്രൂവ് ആയിട്ട് കിട്ടാനായിട്ടാണ് ഈ ഒരു വന്ദേ ഭാരതിൻ്റെ ഇൻട്രൊഡക്ഷനോടുകൂടി നമുക്ക് ഇന്ത്യയിൽ അതിന് സാധിച്ചത്. ഒരു 0 to 100 kmph എന്ന് പറയുന്നത് 52 സെക്കൻഡിൽ അറ്റൈൻ ചെയ്യാൻ പുതിയ വന്ദേ ഭാരതിന് സാധിക്കും. അതേപോലെ ഇതിന് 25 കിലോവാട്ടിൻ്റെ AC ഓവർഹെഡ് ഇലക്ട്രിക് ട്രാക്ഷൻ സിസ്റ്റംസ് ഉണ്ട്. ബോഗീസ് ആൻഡ് സസ്പെൻഷൻ ഫിയറ്റ് ബോഗി ടൈപ്പാണ്. ന്യൂമാറ്റിക് ആൻഡ് ഇലക്ട്രോ ഡൈനാമിക് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കാർ ബോഡി ഉണ്ട്. നോയ്സ് ഇൻസുലേഷൻ ഒപ്റ്റിമൈസേഷൻ ഉണ്ട് പുതിയ വന്ദേ ഭാരതിൽ. അതായത് നമ്മൾ അകത്തിരുന്ന് കഴിഞ്ഞാൽ ഈ ട്രെയിൻ പോകുന്നത് നമ്മൾ ശരിക്കും അറിയില്ല. നമ്മൾ ഭയങ്കര സ്മൂത്തായിട്ട് എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. 130 kmph എന്ന് ശരിക്കും നമുക്കവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും. ഈ ഞാൻ സഞ്ചരിക്കുന്ന വന്ദേ ഭാരതിന് ഡൽഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാൺപൂരും പ്രയാഗ്രാജും മാത്രമേ സ്റ്റോപ്പുള്ളൂ. 760ഓളം കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെയാണ് എടുക്കുന്നത്. നമ്മളൊരു 1:30-2 മണിയാകുമ്പോഴത്തേക്കും വാരണാസി എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ്. ഇത് കാൺപൂർ ജംഗ്ഷനാണ്. UPയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് കാൺപൂർ. ഇതിനു പുറമെ ഇന്ത്യ തന്നെ ഇൻറ്റേർണലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കവച് എന്നു പേരുള്ള ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സേഫ്റ്റി ഫീച്ചേഴ്സും കൂടി വന്ദേ ഭാരതിൽ ഇംപ്ലിമെൻറ്റഡ് ആണ്. ട്രെയിൻ ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്ന 200 km/h സഞ്ചരിക്കാനും നമ്മുടെ ഓപ്പറേഷൻ സ്പീഡ് 160 km വരെ ഉണ്ടെങ്കിലും നമുക്കുള്ള കുറച്ച് ലിമിറ്റേഷൻസ് കാരണം ഇത് 110-130 km ഇടയിൽ മാത്രമേ നമുക്കിത് സഞ്ചരിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പം അതിനുള്ള ഒബ്സ്റ്റക്കിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലിങ്, കേർവ്സ്, ട്രാക്ക് ജിയോമെട്രി,
അതേപോലെ ഫെൻസിങ്ങിൻ്റെ കുറവ്, ലെവൽ ക്രോസിങ്സ്, പ്ലാറ്റ്ഫോമിൻ്റെ ക്ലിയറൻസ്, ഇതെല്ലാം നമ്മൾ 2030 മാറ്റി കുറച്ചുകൂടി ലെവലപ്പ് ആവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ വാഷ്റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വാഷ്റൂം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉള്ള ആ ഒരു നീറ്റ്നെസ് കൊണ്ടു നടക്കുന്ന ഒരു വാഷ്റൂമായിട്ട് എനിക്ക് തോന്നി. എല്ലാത്തരം ഫീച്ചേഴ്സ്, ഫ്ലഷ്, നമുക്ക് ഒരു ലോഞ്ചിലെ പോലത്തെ ഒരു ഫെസിലിറ്റി തരാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇത് ഗംഗയാണ്. UP-യിലെ, ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള റിവറാണ്. അപ്പോൾ നമ്മൾ UP-നെ പറ്റി ഇത്രയും നമ്മൾ കേൾക്കുന്നുണ്ട്. എനിക്ക് ലഞ്ച് വന്നു. ലഞ്ച് കാണിച്ചിട്ട് ഞാൻ UP-നെ പറ്റി പറയാം. ഇതാണ് എനിക്ക് തന്നേക്കുന്ന ലഞ്ച്. അത്യാവശ്യം ലാവിഷായിട്ടുള്ളൊരു ഫീസ്റ്റായിരുന്നു. ഞാൻ എൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം നോൺ വെജ് വേണോ വെജ് വേണോ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നോൺ വെജ് ആയിരുന്നു ഓപ്റ്റ് ചെയ്തിരുന്നത്. നമുക്ക് ചപ്പാത്തി, ഒരു റൈസ്, ഇന്ന് ജീര റൈസ് ആയിരുന്നു, പിന്നെ ഒരു ദാൽ കറി, ഒരു ചിക്കൻ കറി. ആ കാണുന്നത് ഒരു സൂക്കി സബ്ജിയാണ്, അതായത് ഒരു ഡ്രൈ സബ്ജിയാണ്. അതിനകത്ത് മട്ടർ, നമ്മുടെ നാട്ടിലെ ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്, പൊട്ടറ്റോ. ഇതിന് ഉപ്പിൻ്റെ ചെറിയ കുറവുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. അതുകൂടാതെ ഒരു തൈരിൻ്റെ ഒരു പാക്കറ്റ് തന്നു. ഇത്രയാണ് നമുക്ക് തരിക. ഈ കാണുന്നത് ഈ ട്രെയിനിലൊരു വിൻഡോ സീറ്റാണ്. ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. അതായത് നമ്മുടെ പ്രൈഡായിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ ഒരു വിൻഡോ അകത്തു നിന്നാണോ പുറത്തു നിന്നാണോ അത് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ മുതൽ നമ്മൾ തന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് സംരക്ഷിക്കുക? ഗവൺമെൻറ്റിന് എപ്പോഴും വന്ന് നോക്കാൻ പറ്റില്ലല്ലോ. അവർ നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് തരുമ്പോൾ അത് നല്ലപോലെ സൂക്ഷിക്കുക, വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മൾ ശരിക്കും വിചാരിക്കുമ്പോൾ ഈ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നവർ വളരെ എന്താ പറയുന്നത്, അവർ കൂടുതൽ പഠിപ്പും വിവരമുള്ളവരായതുകൊണ്ട് ഇതിലങ്ങനത്തെ തകരാറൊന്നും ഉണ്ടാവില്ല എന്നില്ല. ഇതെനിക്ക് മദർ ഡയറിയുടെ ഒരു ഐസ്ക്രീം അവർ തന്നതാണ്. ഞാനിത് എടുത്ത് കാണിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസ്ക്രീം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതിൻ്റെ എംപ്ലോയീസ് സൂക്ഷിക്കുന്ന ഈ ട്രെയിനിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ UP കൂടിയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്ക് സൗത്തിലുള്ളവർക്ക് UP എന്ന് കേട്ടാൽ ചെറിയ പുച്ഛം ഉണ്ടാവാം. പക്ഷേ ശരിക്കും പുച്ഛിക്കേണ്ട ഒരു സ്റ്റേറ്റ് അല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റുകളിലൊന്നാണ് UP. ഗംഗയുടെയും യമുനയുടെയും നാടായിട്ടുള്ള അത്, ഗംഗയും യമുനയും ശരിക്കും ഇവർക്ക് വെള്ളം മാത്രമല്ല, അവരുടെ ജീവിതവും അവരുടെ കൃഷിയും അവരുടെ ട്രേഡും ഈവൻ അവരുടെ സ്പിരിച്വാലിറ്റിയും ഒക്കെ ഹൈ ചെയ്യുന്ന 2 ലൈഫ് ലൈൻസാണ് ഗംഗയും യമുനയും. അതുകൂടാതെ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ്, അരി, ചോളം, ഗോതമ്പ്, അതേപോലെയുള്ള പൾസസ് ഇതെല്ലാം കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ്. പണ്ട് 50,000 BC-ക്കും 10,000 BC-ക്കും ഇടയിൽ ഇവിടെ ആൾതാമസം തുടങ്ങിയതാണ്. നമ്മൾ ശരിക്കും നമ്മുടെ ജനഗണമനയിലെ വിന്ധ്യ എന്ന് പറയുന്ന സ്ഥലം ഡിനോട്ട് ചെയ്യുന്നത് UP-നെയാണ്. സ്വാതന്ത്ര്യത്തിന് മുന്നേ 1937 യുണൈറ്റഡ് പ്രൊവിൻസസ് എന്നറിയപ്പെട്ടിരുന്ന, സ്വാതന്ത്ര്യത്തിന് ശേഷം 1950 UP, ഉത്തർപ്രദേശ് എന്ന പേരുള്ള ഒരു സംസ്ഥാനമായിട്ട് രൂപപ്പെട്ട ഒരു സംസ്ഥാനമാണിത്. ഇന്ത്യയുടെ ലിവിങ് മ്യൂസിയം എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത്. കാരണം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട്. പണ്ടുകാലത്ത് കോസല, മഗധ, അയോധ്യ, ബുദ്ധൻ്റെ സാർനാഥ്, അത് കഴിഞ്ഞ് മുഗൾ, പിന്നെ ബ്രിട്ടീഷ്, ഇവരെല്ലാം ഭരിച്ച് വന്ന, അവരെല്ലാം ടാർഗറ്റ് ചെയ്തിരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ്. അത്രയും ഭംഗിയുള്ള, അത്രയും നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ള ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ്. 1957 ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട മീററ്റ് എന്ന് പറയുന്ന സ്ഥലം ഉത്തർപ്രദേശിലാണ്. ഈ ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ലിവിങ് സിറ്റി ആയിട്ടുള്ള നമ്മളിപ്പോൾ പോകുന്ന വാരണാസി, അത് ഉത്തർപ്രദേശിലാണ്. അയോധ്യ, വൃന്ദാവൻ, മധുര, അതായത് രാമൻ്റെ അയോധ്യ തൊട്ട് കൃഷ്ണൻ്റെ മധുര വരെ ഇവിടെയാണ്. ഹിന്ദി അല്ലാതെ ഇവിടെ അവധി, ഭോജ്പുരി, ബ്രിജ്, ബുണ്ടേലി ഇങ്ങനെയുള്ള ഭാഷകളാണ് സംസാരിക്കപ്പെടുന്നത്. ലക്നവി ബിരിയാണി, ബനാറസിലെ പാൻ, ആഗ്രയിലെ പേട, കച്ചോടി ഇതൊക്കെ ഇവിടെ വളരെ ഫേമസ് ആണ്. അയോധ്യയിലെ ദീപാവലിയും വൃന്ദാവനിലെ ഹോളിയും വാരണാസിയിലെ ദേവ് ദീപാവലിയും ഒക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം എന്ന് പറയപ്പെടുന്ന ഉത്സവങ്ങളിലൊന്നാണ്. 1862 ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഇപ്പം വേൾഡ് ക്ലാസ് ലോഞ്ചും വെയിറ്റിംഗ് റൂമും ഫുഡ് സ്റ്റാളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. റെയിൽ ഹബ് ഡെവലപ്മെൻറ്റിൻ്റെ പുതിയ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് വാരണാസി. അപ്പോൾ UP-നെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്.
ലക്നൗ ആണ് യു പിയുടെ ക്യാപിറ്റൽ. 24 കോടി പോപ്പുലേഷനുള്ള ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് യു പി. 912 ഫീമെയിൽസിന് 1000 മേലെന്നാണ് ഇവിടുത്തെ കണക്ക്. 67.7% ലിറ്ററേച്ചി റേറ്റ്. ഇത് ഇന്ത്യയുടെ റേറ്റിനേക്കാളും താഴെയാണ്. പെട്രോൾ പ്രൈസ് ഏകദേശം വരുന്നത് 94-95 ഇടയിലാണ്. ജനിക്കുന്ന പാടെ 38ഓളം കുഞ്ഞുങ്ങൾ 1000 കുഞ്ഞുങ്ങളിൽ മരിക്കുകയും 5 വയസ്സാവുന്നതിനിടയിൽ പിന്നെയും 43 കുഞ്ഞുങ്ങൾ 1000 കുഞ്ഞെന്നുള്ള നിലയിൽ മരിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് യു പി. അപ്പോൾ ഞാനിവിടെ വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഞാനിവിടെ അവസാനം നിങ്ങൾക്കായിട്ട് വാരണാസി കാണേണ്ട സ്ഥലങ്ങളുടെ ഒരു ബോർഡിൻ്റെ വീഡിയോ കൊടുക്കാം. ഈ കാണുന്നത് വാരണാസിയിലെ പുതിയ ട്രാവൽ ഹബിന് വേണ്ടിയിട്ട് ഒരു റോപ്പ് വേ പണിയുന്നതിൻ്റെ കെട്ടിടവും റെയിൽവേ സ്റ്റേഷനും കൂടിയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വാരണാസിയിലെ പുതിയ വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളോട് ചോദിക്കാനേ ഉള്ളൂ, ഹാവ് യു ബീൻ ഹിയർ?